നാവിൻ്റെ രുചി എന്ന് പറയുന്നത് നാവിൻ്റെയാണ്, അത് മനസ്സിൻ്റെയാണ്. നമ്മുടെ ജീവിതം, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതല്ല തീരുമാനിക്കുന്നത്. നാവിൻ്റെ രുചി ഞാനുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കണം. പക്ഷെ നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത കഷ്ടപ്പാടായിട്ട് മാറും. പക്ഷേ നാവിൻ്റെ രുചി, കാതിന് ഇമ്പമുള്ളത്, അതല്ല നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത്. പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് നമ്മുടെ അനുഭവമാണ്, ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള. പക്ഷേ നാവിൽ മധുരം വെച്ചപ്പോഴുള്ള അതല്ല അനുഭവം, അത് നാവിൻ്റെ മാത്രം അനുഭവമാണ്. അവനവൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാത്തിനെയും ഭേദിച്ച് ഉള്ള അനുഭവമാണ്. അവിടെയാണ് ശരിയായിട്ടുള്ള ജീവിതം. അണ്ട് നാവിന് രുചിയുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ അനുഭവമാണ്, അത് ശരീരത്തിൻ്റെതാണ്. ഇതെല്ലാം ചേർന്ന് വരുന്നിടത്താണ് നമ്മളെന്ന് പറയുന്ന സവിശേഷത വരുന്നത്. അവിടെ അനുഭവം വരണം. അപ്പോഴാണ് അനുഭവത്തിൻ്റെ ശരിക്കുള്ള മൂല്യം എന്താണെന്നറിയുന്നത്.